പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മിത്ര, വീടില്ലടി ഇതിന് ഞാൻ. തൻ്റെ പദ്ധതികളെല്ലാം ചീറ്റിപ്പോയ ദേഷ്യത്തിൽ അതും പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് അവൻ മുഷ്ടി ചുരുട്ടി ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചു. വ്യാസ്, നിനക്കെന്താ ഭ്രാന്തായോ? എന്തൊക്കെയോ വീണുടയുന്ന ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന അശോകൻ വ്യാസിന്റെ പ്രവൃത്തി കണ്ട ദേഷ്യത്തിൽ ചോദിച്ചു. അതെ, ഭ്രാന്തോ? എല്ലാത്തിനും കാരണം അച്ഛൻ ഒറ്റൊരാളോ? അവള് കാരണം വിവാഹത്തിന് വന്നയുടെ മുന്നിൽ അയ്യരെയും കുടുംബത്തെയും നാണം കെടുത്തി സിമ്പതി പിടിച്ചു പറ്റി തന്തത്തിൽ അവസാനം അവളുടെ സ്വത്തിന്റെ പകുതിയും കൈക്കലാക്കി അവളെ തന്നെ വിവാഹം കഴിക്കണം. എന്നിട്ടിപ്പോ എന്തായി? എല്ലാം നാശിപ്പിച്ചില്ലേ? അശോകന് നേരെ ദേഷ്യത്തിൽ ചീറിക്കൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ കരുതിയോ എല്ലാവരും കൂടെ ആ പെണ്ണിനെ ആ ചെറുക്കനെ കൊണ്ട് കെട്ടിക്കോന്ന്. ഏതായാലും ആ അയ്യർക്കും മക്കൾക്കും ഇപ്പൊ നിന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അത് നീ പതിയെ മുതലെടുക്കണം. പിന്നെ മിത്ര, അവളുടെ 3-4 വർഷത്തെ പ്രണയല്ലേ നീ. അപ്പൊ അത്ര പെട്ടെന്നൊന്നും അവൾക്ക് നിന്നെ മറന്ന് മറ്റൊരാൾ സ്വീകരിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് നമുക്ക് അവസരം വരുന്നത് വരെ നീ ക്ഷമയോടെ കാത്തിരിക്കണം. ക്രൂരമായ ചിരിയോട് അതും പറഞ്ഞ് വ്യാസിന്റെ തോളിൽ തട്ടി അശോകൻ അവിടുന്ന് പോയതും എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വ്യാസ് അവിടെ നിന്നു. തുറന്നിട്ട ജനൽവാതിൽ കൂടി കടന്ന സൂര്യപ്രകാശം കണ്ണുകളിൽ തട്ടിയപ്പോഴാണ് മിത്ര ഉറക്കമണിയിട്ടത്. ബെഡിൽ എണീറ്റിരുന്നൊന്നും മൂരി നിവർന്നു അവള്. സമയം 7 കഴിഞ്ഞത് കണ്ടവളൊന്നും ഞെട്ടി. തന്റെ വീട്ടിലാണെങ്കിൽ അപ്പൻ രാവിലെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വിളിച്ചെണീപ്പിക്കും. അവരെ ഓർത്തപ്പോൾ നിറഞ്ഞ കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റി കൈകൾ കൂപ്പി പ്രാർത്ഥിച്ച് ഭൂമിദേവിയെ തൊട്ട് നമസ്കരിച്ച് അവൾ ഡ്രസ്സും എടുത്ത് ഫ്രഷാകാൻ പോയി. മിത്ര ഫ്രഷായി തിരികെ വന്ന് മിററിന്റെ മുന്നിൽ നിന്ന് മുടി ചീകി കുളിർപ്പിനിട്ട് തിരിയാൻ നേരമാണ് തന്റെ കഴുത്തിൽ കിടക്കുന്ന താലി അവളുടെ കണ്ണിലുടക്കിയത്. നിർവികാരതയോടെ ആ മഞ്ഞച്ചരടിൽ കോർത്ത് താലി അവൾ കയ്യിലെടുത്തു. പിന്നെ ഒന്ന് നിശ്വസിച്ച് ആ ചരട് ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ഇട്ട് താഴേക്ക് നടന്നു. താഴെയൊന്നും ആരെയും കാണാതെ വന്നതും അവൾ കിച്ചണിലേക്ക് പോയി. അവിടെ തട്ടലും മുട്ടലും കേട്ടതും അങ്ങോട്ട് നടന്ന മിത്ര കാണുന്നത് താലിയിൽ തോർച്ചു ചുറ്റി കാര്യമായി പണിയെടുക്കുന്ന കുഞ്ഞുണ്ണിയാണ്. കുഞ്ഞുട്ടാ, പതിഞ്ഞ സ്വരത്തിലുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ ഡെവിൻ കാണുന്നത് കിച്ചണിലേക്കുള്ള വാതിലിന്റെ അടുത്ത് പരങ്ങിക്കൊണ്ട് നിൽക്കുന്ന മിത്രയാണ്. ആ ചേട്ടത്തി എണീറ്റോ? ഡെവിന്റെ ചോദ്യത്തിന് മിത്ര പതിയൊന്ന് മൂളിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു. ചേട്ടത്തി, ആ ഫ്ലാസ്കിലുണ്ട് കാപ്പി. എനിക്ക് വേണ്ടടാ, ഞാൻ കാപ്പിയും ചായയൊന്നും കുടിക്കാറില്ല. കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് മിത്ര കുഞ്ഞു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പൊ എന്താ രാവിലെ എണീറ്റുമ്പോ കുടിക്കുന്നത്? പ്രത്യേകിച്ചൊന്നും കുടിക്കലില്ല, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ മാത്രം ചായ കുടിക്കും. ഓ, എല്ലാരും എവിടെ? ആരുടെ അനക്കൊന്നും കാണുന്നില്ലല്ലോ? മിത്ര ചോദിച്ചു. അവരൊന്നും ഇവിടെ ഇല്ല ചേട്ടത്തി, പള്ളിയിൽ പോയി. ഇന്ന് സൺഡേ അല്ലേ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് പള്ളിയിലേക്ക്. അതുകൊണ്ട് നേരത്തെ പോകും. മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും പോകണമെന്ന് അപ്പന് നിർബന്ധ. നീ എന്താ പോകാഞ്ഞേ? ഞാൻ പോയ ചേട്ടത്തി തനിച്ചായി പോകില്ലേ? പിന്നെ എനിക്ക് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ പിന്നെ അപ്പച്ചനെ നിർബന്ധം കൊണ്ട് മാത്രം പോകുന്നതാ. നീയാണ് കുക്ക് ചെയ്യുന്നത്? ദോശയിലേക്ക് ഉള്ളിക്കറി ഉണ്ടാക്കുന്ന കുഞ്ഞുണ്ടെ കണ്ട് മിത്ര അതിശയത്തോടെ ചോദിച്ചു. യെസ്. നിനക്കതൊക്കെ അറിയോ? പിന്നെ ഇവിടെ സൺഡേ കിച്ചൺ ഡ്യൂട്ടി എനിക്കാ. ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ 3 പേരും കൂടി ക്ലീനിങ് ഒക്കെ അല്ല ചെയ്യുന്നത്. സൺഡേ കുക്കിങ് ഞാനായിരിക്കും. അത് ഞാൻ ചോദിച്ചു വാങ്ങിയ എൻ്റെ അവകാശമാണ്. കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് മിത്രക്ക് അത്ഭുതം തോന്നി. തൻ്റെ വീട്ടിൽ അപ്പയോ ഏട്ടന്മാരോ ഒരു ഗ്ലാസ് വെള്ളം പോലും അടുക്കളയിൽ കയറി സ്വയം എടുത്ത് കുടിക്കാറില്ലെന്ന് അവൾ ഓർത്തു. ഞാനും സഹായിക്കാം. എന്ന ചേർത്ത് ഈ കറി ഉണ്ടാക്കി, ഞാൻ ചോറൊന്ന് വാർക്കട്ടെ? കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ മിത്ര ഒന്നും ഞെട്ടി. എനിക്കിതൊന്നും അറിയില്ല. കുഞ്ഞു കുട്ടികളെ പോലെ തലതാഴ്ത്തി നിന്ന് പറയുന്ന മിത്രയെ കണ്ടവൻ പൊട്ടിച്ചിരിച്ചു. കുഞ്ഞൂട്ടന്റെ ചിരി കണ്ടതും മിത്ര അവനെ കൂർപ്പിച്ച് നോക്കി. ശരിക്കും അറിയില്ലേ? കുഞ്ഞൂട്ടൻ ഒരുവിധം ചിരി അടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു. വീട്ടില് ജോലിക്കാരുണ്ട്, പിന്നെ അപ്പയേട്ടന്മാർ കിച്ചണിൽ കയറാൻ സമ്മതിക്കില്ല. നീ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാനും ഉണ്ടാക്കിക്കൊള്ളാം. പ്രതീക്ഷയോടെ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ആദ്യം തലയാട്ടി. പിന്നീട് അങ്ങോട്ട് 2 പേരും കൂടിയായിരുന്നു പാചകം. മിത്രക്കെല്ലാം പഠിപ്പിച്ചു കൊടുത്തത് കുഞ്ഞൂട്ടനായിരുന്നു. അവൾക്കതെല്ലാം പുതിയ അനുഭവങ്ങളായതുകൊണ്ട് ആസ്വദിച്ച് ചെയ്തു. ഇരുവരും കൂടി പണികളെല്ലാം തീർത്ത് ഹാളിൽ വന്നിരുന്നു. ചേട്ടത്തി, ഇതാ ഞങ്ങളുടെ അമ്മ ആവണി. വീട്ടുകാരെ എതിർ വിവാഹം കഴിച്ചതുകൊണ്ട് 2 വീട്ടുകാരും ഞങ്ങളുടെ അകലത്തിലായിരുന്നു. എനിക്ക് 6 വയസ്സുള്ളപ്പോഴാ അമ്മക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നത്, അതും ബ്രെയിനിൽ. അപ്പച്ചൻ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ കുറെ ശ്രമിച്ചു, പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. അമ്മ പോയതിൽ പിന്നെ അപ്പച്ചനായിരുന്നു ഞങ്ങൾ അമ്മയുടെ കുറവറിയിക്കാതെ വളർത്തിയത്. ഹാളിലെ ചുവരിലുള്ള ആവണിയുടെ വലിയ ഫോട്ടോ മിത്രക്ക് കാണിച്ചു കൊടുത്ത് പറഞ്ഞു. കുഞ്ഞൂട്ടന്റെ നിറഞ്ഞ കണ്ണ് കണ്ട് അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു മിത്ര.
അവൻ്റെ കണ്ണു നിറഞ്ഞത് കണ്ട് അവൾക്ക് സങ്കടം തോന്നി. കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൻ തൻ്റെ കുഞ്ഞനുജനായിരുന്നു അവൾക്ക്. പള്ളിയിൽ പോയവർ വരുന്നത് വരെ ഇരുവരും ഓരോന്ന് സംസാരിച്ചിരുന്നു. ആദ്യം കണ്ടതുപോലൊരു തൊട്ടാവാടിയല്ല, മറിച്ച് ആളൊരു ചെറിയ കുറുമ്പിയാണെന്ന് കുഞ്ഞുട്ടിന് മനസ്സിലായിരുന്നു. സ്വന്തം ആൾക്കാരല്ലെങ്കിലും കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മിത്ര അവരുമായി അടുത്തു. അതൊരു പരിധിയിൽ കൂടുതൽ അവളുടെ ഉള്ളിലെ വിഷമത്തെ ഇല്ലാതാക്കി. അവിടെയുള്ളവർക്കും മിത്ര നിമിഷങ്ങൾ കൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവളായെങ്കിലും ദേവിയുമായിട്ട് അത്രയും അടുപ്പം അവൾക്കില്ലായിരുന്നു. രാത്രി കുഞ്ഞുട്ടിനെയും അപ്പച്ചനെയും ഡാനിയെയും വെല്ലുവിളിച്ച് മിത്രയായിരുന്നു കിച്ചണിൽ കയറിയത്. ഇതെന്താ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്? ഡൈനിങ് ടേബിളിൽ താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന 3 പേരെയും കണ്ട് പുറത്തുപോയി വന്ന ഡേവിഡ് ചോദിച്ചു. അപ്പോഴേക്കും ഒരു കയ്യിൽ കാസ്ട്രോളും മറു കയ്യിൽ ഒരു ബൗളുമായി മിത്ര അങ്ങോട്ടേക്ക് വന്നിരുന്നു. ഫുഡ് റെഡി. അവൾ കയ്യിലുള്ള പാത്രങ്ങൾ ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവർക്കും കഴിക്കാനുള്ള പാത്രങ്ങൾ കൂടി എടുത്തു വെച്ച് കൊടുത്തു. അല്ല ചേട്ടത്തി, ഇത് ചപ്പാത്തിയാണോ അതോ എന്തിൻ്റെങ്കിലും ഭൂപ്പടാണോ? ഡാനി അവൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്ത ചപ്പാത്തി കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു. അതെ, രൂപത്തിലൊന്നും ഒരു കാര്യമില്ല, ഇതിൻ്റെയൊക്കെ കോട്ടിയിലെ കാര്യം. അതും പറഞ്ഞവൾ അവനെ പ്ലേറ്റിലേക്ക് സാമ്പാർ വെച്ച് കൊടുത്തു. എല്ലാവരും ഒരു പീസ് ചപ്പാത്തി മുറിച്ച് സാമ്പാറിൽ മുക്കി വായിൽ വെച്ചതും മുഖത്ത് പല നവരസങ്ങളും തിരിഞ്ഞു. പിന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എങ്ങനെയുണ്ട് അപ്പച്ച, കൊള്ളാവോ? മിത്ര ആകാംക്ഷയോട് ഐസക്കിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പിന്നെ കൊള്ളാം. വായിലുള്ള ചപ്പാത്തി കഷ്ടപ്പെട്ടിറക്കിക്കൊണ്ട് ഐസക്ക് പറഞ്ഞതും മിത്രയുടെ മുഖം വിടർന്നു. ചേട്ടത്തി കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം കുഞ്ഞൂട്ടാ. അത് പറ്റില്ല, ചേട്ടത്തി കൂടി ഇരിക്ക്. കുഞ്ഞൂട്ടൻ അവളുടെ കൈ പിടിച്ച് അവൻ്റെ അടുത്തുള്ള ചെയറിലിരുത്തി ഒരു പ്ലേറ്റ് എടുത്ത് അതിൽ ചപ്പാത്തിയും സാമ്പാർ ഒഴിച്ചു കൊടുത്തു. ദേവി, നീ എങ്ങോട്ടാ? ഉച്ചക്കുണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ടാവും, ഞാനത് കൂട്ടിക്കൊള്ളാം. അത് പറഞ്ഞ് ഡേവിഡ് പോയതും മിത്ര ചുണ്ടുപിളത്തി ഐസക്കിനെ നോക്കി. അത് പിന്നെ മോളെ, ഞങ്ങൾക്ക് ചിക്കനോ മീനോ കൂട്ടി കഴിച്ച് ശീലായി, അതാണ്. മോള് കഴിച്ചോ? ഐസക്ക് പറഞ്ഞത് കേട്ട് മിത്ര തലയാട്ടി ഒന്ന് കഴിച്ചതും കഴിച്ചതിനേക്കാൾ വേഗത്തിൽ വായിലുള്ളത് വാഷ് ബേസിൽ പോയി തുപ്പിക്കളഞ്ഞ് ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി. അത് പിന്നെ ഉപ്പിത്തിരി കൂടിപ്പോയില്ലേ? മിത്ര അവരെ നോക്കി ഇളിയോടെ പറഞ്ഞതും അവളുടെ മുഖഭാവം കൊണ്ട് എല്ലാവരും ചിരിച്ചു. അവൾക്ക് ഡേവിഡ് ഉച്ചക്കുണ്ടാക്കിയ ചിക്കൻ കറി ചൂടാക്കി കൊണ്ടുവന്ന് ഒപ്പം മിത്രയുണ്ടാക്കിയ വെജിറ്റബിൾ കുറുമയും. താങ്ക്സ്. കയ്യിലുള്ള കുറുമയുടെ ബൗൾ ഡേവിഡ് മിത്രയുടെ അടുത്തേക്ക് വെച്ച് കൊടുത്തതും അവൾ വളിച്ചൊരു ചിരിയോടെ പറഞ്ഞതും അവരും അവൾക്കായി ഒരു കുഞ്ഞു പുഞ്ചിരി നൽകി. മിത്ര ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞു. എല്ലാം കൊണ്ടും അവൾ ആ വീടുമായിട്ട് പൊരുത്തപ്പെട്ടു. ഡാനിയും കുഞ്ഞുട്ടിനുമൊക്കെ അവൾക്ക് സ്വന്തം അനിയന്മാർ തന്നെയാണ്. അവർക്കും അവളുടെ ചേട്ടത്തിയെ വലിയ കാര്യമാണ്. ഐസക്കിന് മിത്ര സ്വന്തം മോള് തന്നെയാണ്. അവളുടെ കുറുമ്പ് കാണാൻ ഇടക്കോരെന്ന് പറഞ്ഞ് അവളെ പിരികേറ്റുകയാണ് ആളുടെ മെയിൻ പണി. സെയിം ബ്രേക്ക് ആയതുകൊണ്ട് കോളേജിൽ പോകാനില്ലാത്തത് കൊണ്ട് ഡേവിഡാണ് ഇപ്പോൾ അവളുടെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാറ്. കാലത്തെ പോയി രാത്രി വരുമെങ്കിലും അവൾക്ക് അവൻ എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു ഫ്രണ്ടാണ്. കുഞ്ഞൂട്ടൻ്റെ ശിക്ഷണത്തിൽ ആളിപ്പോൾ അത്യാവശ്യം കുക്കിംഗ് ഒക്കെ പഠിച്ചു. അവിടുത്തെ അന്തരീക്ഷം അവൾ അങ്ങോട്ട് കയറി വന്നപ്പോഴുള്ള മിത്രയിൽ നിന്നും ഒരുപാട് മാറ്റിയിരുന്നു. എത്രയൊക്കെ ഇവരുടെ കൂടെ സന്തോഷവതിയാണെങ്കിലും തൻ്റെ വീട്ടുകാരും പ്രാണനായിരുന്നവൻ്റെ മുഖവും അവൾക്കുള്ളിൽ ഒരു നോവായി തങ്ങി നിന്നിരുന്നു. അവരെ ഓർക്കുമ്പോൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ അവൾ വാശിയിൽ തുടച്ചു നീക്കും. അപ്പച്ച, ദോശ ചുരുന്നതിനിടയിൽ മിത്ര തേങ്ങ ചിരിക്കുന്ന ഐസക്കിനെ നോക്കി വിളിച്ചു. എന്നതാ കൊച്ചേ? ഞാനൊന്ന് ക്ഷേത്രം വരെ പൊക്കോട്ടെ. പേടിച്ച് മടിച്ച് ചോദിക്കുന്ന മിത്രയെ കണ്ട അയാൾക്ക് വാത്സല്യം തോന്നി. അതിനെന്താ കൊച്ചേ, പൊക്കോ, ദേവി ഇറങ്ങുമ്പോൾ ആക്കി തന്നോളൂ. താങ്ക്സ് അപ്പച്ച. തന്നെ പോകാൻ സമ്മതിച്ച സന്തോഷത്തിൽ ആളുടെ മീശയിൽ പിടിച്ചു വലിച്ച് മിത്ര സന്തോഷത്തോടെ പറഞ്ഞു. എടേ കുറുമ്പി, അടി കിട്ടും നിനക്കിട്ടോ. ഐസക്ക് കപട ഗൗരവത്തിൽ കൈയോങ്ങിയതും അവൾ ചിരിച്ചുകൊണ്ട് വേഗം ഒഴിഞ്ഞു മാറി ദോശ ചൂടുന്നത് ഡാനിയെ ഏൽപ്പിച്ചിട്ട് വേഗം റെഡിയാക്കാൻ പോയി. റൂമിലെത്തിയതും മിത്ര വേഗം നല്ലൊരു ദാവണി ചുറ്റി മുടി നന്നായി ചീകി കുളിർപ്പിനിലിട്ട് കെട്ടി നെറ്റിയിലൊരു കറുത്ത പൊട്ടും തൊട്ട് വിടർന്ന കണ്ണിൽ ചെറുതായി മഷിയെഴുതി. കാതിൽ ഐസക്ക് കൊടുത്ത ആവണിയുടെ കുഞ്ഞു ജിമ്മിക്ക് കമ്മലും കഴുത്തിൽ അത്യാവശ്യം വലിയൊരു നേരത്തെ ചെയിനും മഞ്ഞച്ചിരടും ഇരു കൈയിലും 2 വളയും ഉണ്ട്. എത്രയൊക്കെ മിതമായിട്ടാണ് ഒരുങ്ങിയതെങ്കിലും അവളെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു. ആഹാ, ആരാ ഇത്? കാവല ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? റെഡിയായി വരുന്ന മിത്രയെ കണ്ട് കുഞ്ഞൂട്ടൻ കളിയോടെ ചോദിച്ചു. പോടാ, കളിയാക്കാതെ. ചേട്ടതിക്ക് വിഷമായോ? ഞാൻ ചുമ്മാ വട്ടാക്കിയതല്ലേ. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അയ്യോടാ, മോട്ടറാകാതെ വേഗം പോകാൻ നോക്ക്, ചേട്ടായി പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. കുഞ്ഞൂട്ടൻ പറഞ്ഞത് കേട്ട് മിത്ര ഡാനിയോടും അപ്പനോടും യാത്ര പറഞ്ഞ് ഉമ്മറത്തേക്ക് നടന്നതും കണ്ടു കാറിൽ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ഡേവിയെ. അവളെ എവിടെ കയറുന്ന അറിയാതെ തപ്പി നിന്നതും ഡേവിഡ് കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്നു കൊടുത്തതും
മിത്ര സീറ്റോട്ടിൽ നിൽക്കുന്ന കുഞ്ഞൂട്ടിനെ നോക്കി കൈവീശി കാണിച്ച് വേഗം കയറി. സാറ് പൊക്കോ, ഞാൻ തൊഴുതിട്ട് പൊക്കോണ്ട്. അത് വേണ്ട, തന്നെ ഇതുപോലെ തിരിച്ച് വീട്ടിലെത്തിച്ചിട്ട് പോയാൽ മതിയെന്നാ അപ്പച്ചൻ്റെ ഓർഡർ. ഡേവിഡ് കുഞ്ഞൊരു ചിരിയോടെ പറഞ്ഞതും മിത്ര ചിരിച്ചുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് കയറിപ്പോയി. തൻ്റെ ഇഷ്ടദൈവമായ ശിവന്റെ മുന്നിൽ കൈകൾ കൂപ്പി ഉള്ളിലെ പരിഭവമെല്ലാം പറഞ്ഞു തീർത്തു. എന്നാൽ തൻ്റെ അച്ഛനും അനിയന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ അവൾ മറന്നില്ല. പെട്ടെന്ന് ഡേവിഡിന്റെ മുഖം ഉള്ളിൽ തെളിഞ്ഞു വന്നതും മിത്ര വേഗം തൊഴുത് പ്രദക്ഷിണം വെച്ച് തന്നെ നിരീക്ഷിക്കുന്ന കണ്ണുകളെ തള്ളിക്കളഞ്ഞ് പ്രസാദവും വാങ്ങി വേഗത്തിൽ ഡേവിഡിന്റെ അരികിലേക്ക് നടന്നു. കുഞ്ഞി, കാറിൽ ചാരി നിന്ന് ഫോണിൽ നോക്കുന്ന ഡേവിഡിന്റെ അരികിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ നിന്നുമുള്ള സ്വരം കേട്ടതും അവളുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി, കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി.